കുറെ വർഷങ്ങൾക്ക് മുൻപ് ഈ പാട്ട് എഴുതിയതായ ദൈവദാസനെ ഈ പാട്ടിലെ വരി എഴുതിയതുപോലെ തന്നെ ഒരു പരിശോധന കൂടെ കടന്നു പോകാനിടയായി. താൻ ആന്ധ്രാദേശത്തിൽ തെലുങ്ക് ദേശത്തിലെ സുവിശേഷ പ്രവർത്തനത്തിനായി പോയി. താനവിടെ ചെന്ന് തെലുങ്ക് പഠിച്ചു. അനേക കുടുംബങ്ങൾ, അതും ബ്രാഹ്മൺസിലെ കുടുംബങ്ങളൊക്കെയും അനേകം രക്ഷിക്കപ്പെട്ട് നമ്മുടെ സഭയിൽ ഇതിലേക്ക് വരാൻ തുടങ്ങി. തെലുങ്ക് ജനങ്ങൾക്ക് വലിയ സ്നേഹമാണ്. നൈന എന്നൊക്കെ വിളിച്ച് അപ്പൻ എന്നൊക്കെ വിളിച്ച് പാസ്റ്റർ KCFനെ അവരതുപോലെ സ്നേഹിക്കും. തെലുങ്ക് ആളുകൾക്ക് ഒരുപക്ഷെ മലയാളികളെയും തമിഴിനേക്കാളും കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നവരാണ്. അങ്ങനെ ഇദ്ദേഹം അവർക്ക് വലിയൊരു പിതാവായി മാറി. പക്ഷേ വേല പുരോഗമിച്ചു. എപ്പോഴും അങ്ങനെയാണല്ലോ, നന്നായി വരുന്ന സമയത്തിലൊരു പരിശോധന വരും, നമ്മുടെ സ്വയത്തെ ഉടയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് മാറ്റാൻ വേണ്ടി. പെട്രോൾ പമ്പിലൊക്കെയും എൻഷുവർ സീറോ ബിഫോർ യൂസ്, അടുത്ത ഉപയോഗത്തിന് മുമ്പ് നമ്മളെ സീറോയാക്കും. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. പെട്ടെന്ന് ആരോ ഒരു ദിവസം ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെയും കൊണ്ട് പാസ്റ്റർ കേസ് എടുത്തു കൊടുത്തു. KCFൻ അങ്ങനെ കുഞ്ഞുങ്ങളെന്ന് വാങ്ങിച്ച് വാത്സല്യപ്പെടുന്ന ആളല്ല. പക്ഷേ ഈ സ്ത്രീ ഈ കുഞ്ഞിനെ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. താൻ അവരെ ഭാരപ്പെടുത്താതിരിക്കാൻ വേണ്ടി ആ കുഞ്ഞിനെ ഒന്ന് ലാളിച്ചു, അല്പനേരം കയ്യിൽ വെച്ചു. ഇത് കണ്ട ഒരു സഹോദരൻ തൻ്റെ മനസ്സിൽ തോന്നി, ഇത് പുള്ളിക്കാരൻ്റെ മകളാണ്, കുഞ്ഞാണ്. ആ ന്യൂസ് അങ്ങ് വ്യാപരിക്കാൻ തുടങ്ങി. അവസാനം ചീഫ് പാസ്റ്ററുടെ ചെവിയിലെത്തി. പ്രധാനപ്പെട്ട 1-2 വേലക്കാരും അത് ആവർത്തിച്ച് പറയാൻ തുടങ്ങി. തന്നെ ഹെഡ്ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയി ട്രെയിനിങ് സെന്ററിൽ കൊണ്ടിട്ടു. ഇതൊന്നും മിണ്ടത്തില്ല. ദൈവം തനിക്ക് വേണ്ടി യുദ്ധം ചെയ്യണമെന്നുള്ളൊരു പ്രമാണം ഇരിക്കുന്നതുകൊണ്ട് താൻ ന്യായം പറയാൻ പോകത്തില്ല. അങ്ങനെ ചില മാസങ്ങൾ റായ്പുരത്തിലെ സെൻട്രൽ ഫെയ്ത്തോവിനെ കൊണ്ട് അദ്ദേഹത്തെ ഇട്ടിരുന്നു. പാസ്റ്റർ KC വർഗീസ്, പ്രവാചകൻ വർഗീസ്. ആൾക്കാരെല്ലാം ഇദ്ദേഹത്തെ നോക്കുന്ന ഭയങ്കര ഭീകരതയോടാണ്. ഒരു കുഞ്ഞ് ജനിച്ച ഒരു കുട്ടിയുടെ അപ്പൻ മൽക്കീസിന്റെ ക്രമത്തിന്റെ പാട്ടുകൾ ഒരുപാടുണ്ടാക്കിയ മനുഷ്യൻ അതെല്ലാം തകർത്തു. ഇദ്ദേഹം ഒന്നും മിണ്ടാതെ. ആ സമയത്താണ് ഈ പാട്ടിന്റെ വരികൾ തന്റെ ഹൃദയത്തിലേക്ക് വന്നത്. പഴി ദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് അദ്ദേഹത്തെ നേരിട്ടറിയാം. തൻ്റെ കൂടെ ഞാൻ ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. തൻ്റെ ന്യായം പറയാത്തൊരു മനുഷ്യനാണ്. യേശുക്രിസ്തുവിന് ന്യായം കിട്ടാതെ പോയെന്ന് പറഞ്ഞ പോലെ ദൈവം തനിക്ക് വേണ്ടി ന്യായം പ്രവർത്തിക്കട്ടെ. അങ്ങനെ എല്ലാവരും നിന്ദിക്കപ്പെട്ടിരിക്കുന്ന സമയത്തിൽ താൻ ഈ പാട്ടിന്റെ വരികൾ, പഴി ദുഷി നിന്ന ഞെരുക്കങ്ങൾ എന്നെ സുഗന്ധമായി മാറ്റണമേ, ഇതിങ്ങനെ ആവർത്തിച്ചാണ് പെട്ടെന്ന് ഈ പാട്ട് മുഴുവൻ എഴുതി തീർത്തത്. പ്രിയരെ, പഴിയും ദുഷിയും നിന്ദയും ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു പര്യായമാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ നിന്ദിച്ചു, തുപ്പി, അവന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പി. അവൻ യഹൂദനായിരിക്കുമ്പോൾ തന്നെ അവൻ സമര്യനാണെന്ന് പറഞ്ഞുകൊണ്ട് യഹൂദ പരീശന്മാർ യേശുക്രിസ്തുവിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പി. യേശുവിനെ ക്രൂശിക്കുന്ന സമയത്തും യേശുവിന്റെ മുഖത്തേക്ക് തുപ്പി. അവരെല്ലാം സന്തോഷത്തോടെ സഹിച്ചു. ആർക്ക് വേണ്ടി? മൗനതയോടെ. തനിക്കറിയാം, പിതാവേ, ഇവർ ചെയ്യുന്നറിയായെങ്കിൽ ഒരു ക്ഷമിക്കണമേ. എന്തോ ഒരു അനുഭവം. എനിക്ക് നിങ്ങൾക്കും ആ മനസ്സ് കിട്ടിയത് നിങ്ങൾ എത്രയോ ഭാഗ്യമായിരുന്നു. യേശുവിന്റെ ആ മനസ്സ് നിന്ദിക്കപ്പെടുമ്പോൾ, അവഹേളിക്കപ്പെടുമ്പോൾ, ദുഷിക്കപ്പെടുമ്പോൾ, പ്രിയരെ, നാം ന്യായം പറയാതെ ന്യായം നടത്തുന്ന ദൈവത്തിന്മേൽ ഫലമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. അങ്ങനെ അദ്ദേഹം ഈ പാട്ടെഴുതി. ആ കൺവെൻഷനിൽ, അടയാർ കൺവെൻഷനിൽ ഈ പാട്ട് സിസ്റ്റർ ഗ്ലോറി പാടാനൊക്കെ തുടങ്ങി. ഒരൊറ്റ ലൈൻ പാടിയപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി അവിടെ ഒഴുകാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ ഒരു സഹോദരിൽ കൂടി ഒരു പ്രവചനം. നിങ്ങൾ എന്റെ ദാസനെ കുറ്റം വിധിച്ചു, തെറ്റിദ്ധരിച്ചു, ആക്ഷേപം വരുത്തി, എന്നാൽ ഞാൻ അവനെ ഉയർത്തും. ആ മീറ്റിംഗ് നടത്താൻ സാധിച്ചില്ല. പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി കൊണ്ട് ഒരുപക്ഷെ എനിക്കും നിനക്കും വരും കാലങ്ങളിൽ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടാകും. പ്രിയ ദൈവജനമേ, ഭയപ്പെടേണ്ട. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. Has a plan about you. Has a plan about you. Hallelujah. Hallelujah.
പകർന്ന തൈലം പോൽ നിന്നാമോ പാരിൽ സൗരഭ്യം വീശുന്നതാ. പകർന്ന തൈലം പോൽ നിന്നാമോ പാരിൽ സൗരഭ്യം വീശുന്നതാ. എന്നെ സുഗന്ധമായി മാറ്റിടണേ. എന്നെ സുഗന്ധമായി മാറ്റിടണേ. എന്നെ സുഗന്ധമായി മാറ്റിടണേ. എന്നെ സുഗന്ധമായി മാറ്റിടണേ. അടുത്ത ലൈൻ പാടുമ്പോൾ മനക്ലേശ തരംഗങ്ങളാൽ ജീവിതത്തിൽ തിരമാലകൾ അടിക്കുന്ന പോലെ പരീക്ഷകളും പോരാട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഞാൻ പാമ്പാടിയിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്തിൽ ഒരു സഹോദരൻ ദീക്ഷയെല്ലാം വളർത്തി മുടിയെല്ലാം ഇങ്ങനെ പ്രാകൃതമായിട്ട് ആരാധനയ്ക്ക് വന്നിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായില്ല, ഒരു വിശ്വാസിയാണെന്ന് യാതൊരു ലക്ഷണവുമില്ല. പക്ഷെ ഒരു വിശ്വാസിയുടെ മകനായിരുന്നു. അവൻ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയി, ദൈവത്തിൽ നിന്ന് അകന്നുപോയി, മറ്റു ചില കൂട്ടുകെട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കൺസ്ട്രക്ഷൻ എഞ്ചിനീയറാണ്. കൺസ്ട്രക്ഷനിലൊക്കെ നടത്തി അവിടെ പരാജയപ്പെട്ടു തന്റെ എതിരാളിയെ ഒരു തോക്കെടുത്ത് വെടിവെക്കുക വരെ ചെയ്തു. ഏതായാലും ജയിലിൽ പോകാതെ രക്ഷപ്പെട്ടു. അയാൾ മരിച്ചില്ല. അങ്ങനെ കുടിയും ബഹളവും സമുദായ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് കറങ്ങിയടിച്ച് വരുമ്പോഴാണ് ഞാൻ പാമ്പാടിയിൽ ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ അവർ വീട്ടുകാർ പറഞ്ഞു, ജോയി, നീ ഇപ്പോൾ പോയാൽ നിനക്ക് രക്ഷപ്പെടാം. ഒരു നല്ല ദൈവദാസൻ വന്നിട്ടുണ്ട്, നിന്നെ സഹായിക്കും. ഏതായാലും അവനത് കേട്ട് വിശ്വസിച്ച് അവിടെ വന്നു. സഹായം കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം സംസാരിച്ചു. അവരുടെ ജീവിതത്തിൽ കർത്താവ് മനസ്സ് തുറന്നു. അവനെ അടുത്ത ദിവസം മുടിയെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയായി വന്ന് പ്രാർത്ഥിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അതിനുശേഷം വീണ്ടും ഒരു കൺസ്ട്രക്ഷൻ തുടങ്ങി. അങ്ങനെ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. അങ്ങനെ നല്ലൊരു വിശ്വാസിയായിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്തിൽ, ഞാൻ അവിടുന്ന് ട്രാൻസ്ഫർ ആകുന്ന സമയത്തിൽ വീണ്ടും വേറൊരു ബിസിനസ്സുകാരൻ മറ്റ് വിഭാഗത്തിൽപ്പെട്ടതായ ഒരു ബിസിനസ്സുകാരൻ ഇവനുമായിട്ട് പങ്കുകൂട്ടിയിട്ട് കോടിയുടെ ബിസിനസ് നടത്തി വലിയ കോടീശ്വരനാകാൻ വേണ്ടിയുള്ള ആഗ്രഹത്തിൽ പെട്ടുപോയി. അവനിവനെ ചതിക്കുകയായിരുന്നു. ഇവന്റെ സമ്പാദിച്ചെല്ലാം നശിപ്പിച്ച് ലക്ഷങ്ങൾ ആ കാലങ്ങളിൽ കടം വരുത്തി വലിയ പ്രയാസത്തിൽ കഴിയുന്നൊരു സമയമായിരുന്നു. ഞാനിന്ന് സുൽത്താൻ ബത്തേരിലാണ്. എനിക്കറിയത്തില്ലായിരുന്നു. ഞാനൊരു സ്വപ്നം കണ്ടു. വെളുപ്പാങ്കാലത്തൊരു ദർശനം കണ്ടു. ഒരു വലിയൊരു കയത്തിൽ വെള്ളത്തിൻ്റെ അകത്ത് കുഴിയിലെ ഭയങ്കര ചുഴിയുള്ളതായൊരു കയത്തിൽ ഈ ജോയ് ബ്രദർ അതിനകത്ത് അകപ്പെട്ടിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ദർശനത്തിന് ഇങ്ങനെ വിളിക്കുകയാണ്. ചുരിയാമുച്ചായോ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ടൊരു വിളി. ഞാനിന്ന് ബത്തേരിയിൽ, ഇദ്ദേഹം പാമ്പാടിയിൽ. ഞാൻ ദർശനത്തിൽ പെട്ടെന്ന് ഇദ്ദേഹത്തിന് കൈ കൊടുത്ത് വലിച്ചു കയറ്റി. ഞാൻ അദ്ദേഹത്തിൻ്റെ ബ്രദറിന് ഫോൺ ചെയ്തു. സത്യമാണ് ചായ, തകർന്നിരിക്കുകയാണ്, ആത്മഹത്യയുടെ വക്കിലിരിക്കുകയാണ്, നിരാശയിലും ദുഃഖത്തിലും വീണ്ടും താൻ അകപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഉടനെ തന്നെ കോണ്ടാക്ട് ചെയ്തു, കണ്ടു, പ്രാർത്ഥിച്ചു. ഏതായാലും പിന്നീട് താൻ സാവകാശമായിട്ട് രക്ഷപ്പെടാനിടയായി. പ്രിയ ദൈവമക്കളെ, അനർത്ഥങ്ങളും പ്രതിസന്ധികളും ചതിവും കളിപ്പീരുമല്ല ഈ ലോകത്തിൽ സാത്താൻ നമ്മുടെ നേരെ കൊണ്ടുവരും. നമുക്കറിയാം. മാത്രമല്ല, ഈ സ്വാഗതത്തിൽ പത്രോസ് യേശുവിന്റെ മുഖത്ത് നോക്കി യാത്ര ചെയ്യുന്ന സമയത്തിൽ എത്ര സന്തോഷവാനായിട്ട് യാത്ര ചെയ്തു.
എനിക്കൊന്ന് പെട്ടെന്ന് പത്രോസിന്റെ ചിന്ത വന്നു കാണും. ഞാൻ കടലിൽ കൂടെ നടക്കുന്നു, മറ്റു ശിഷ്യന്മാരൊക്കെ കരയിൽ നിൽക്കുകയാണ്, എനിക്കെന്തോ സംഭവമുണ്ട്, ഞാനെന്തോ സംഭവമാണ് എന്നൊരു അഹംഭാവം തോന്നൽ പ്രവേശിച്ചു കാണും. പത്രോസ് അവരെ നോക്കി ഒന്ന് ചിരിച്ചു കാണും. നിങ്ങൾക്കാർക്കും സാധിക്കാത്തതാ, ഞാൻ യേശുവിനെ പോലെ കടലിൽ നടക്കുന്നു. ആ ചിന്ത കയറിയതേ ഉള്ളൂ. സാന്നിധ്യം നഷ്ടപ്പെട്ടു. കടലിൽ മുങ്ങാൻ പോകുന്ന സമയത്ത് ഏതായാലും ഒരു കാര്യം ചെയ്തു, യേശുവേ നമ്മൾ നിലവിളിച്ച് എന്നെ രക്ഷിക്കണമേ. അതേ ഉള്ളൊരു പരിഹാരം. നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷകൾ വരും. ചില പ്രതിസന്ധിയിലൂടെ പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഭയപ്പെടേണ്ട, യേശുവിനെ വിളിച്ചുകൊള്ളുക. ഏത് സാഹചര്യങ്ങളുടെ മധ്യേയും തിരമാലകളുടെ മധ്യേയും നിന്നെ സഹായിപ്പാൻ യേശുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനക്ലേശതരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, മനക്ലേശതരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, തിരുകരം നീട്ടിയെടുത്തുണച്ചു ഭയപ്പെടേണ്ടായെന്നുറച്ചവനേ. തിരുകരം നീട്ടിയെടുത്തുണച്ചു ഭയപ്പെടേണ്ടായെന്നുറച്ചവനേ. മനക്ലേശതരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, മനക്ലേശതരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, തിരുകരം നീട്ടിയെടുത്തുണച്ചു ഭയപ്പെടേണ്ടായെന്നുറച്ചവനേ. തിരുകരം നീട്ടിയെടുത്തുണച്ചു ഭയപ്പെടേണ്ടായെന്നുറച്ചവനേ. തിരുകരം നീട്ടിയെടുത്തുണച്ചു. Healed by the power of God. Healed by the power of God. Yes, you are going to heal in the name of Jesus. In the name of Jesus. ഹല്ലേലൂയ. എല്ലാവരും ഒരു സെക്കൻഡോട് എഴുന്നേറ്റ് നിൽക്കുക. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മധ്യേ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദര സഹോദരി, നിന്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഇന്ന് പകൽ ഇപ്പോൾ തന്നെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. അതെ, ഈ സമയം ഇപ്പോൾ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കാൻ പോവുകയാണ്. പ്രാപിച്ചുകൊള്ളുക. ഹല്ലേലൂയ. അതിന്റെ അവസാന ടാൻസ് നമ്മൾ പാടുമ്പോൾ തിരുഹിതം തികച്ചിടാൻ ഞാൻ വരുന്നു. നമുക്കറിയാം, ഒരു അപ്പന് 2 മക്കളുണ്ടായിരുന്നു. ലൂക്കോസിന് സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആ 2 മക്കൾ ഒരുവൻ, എനിക്കൊന്ന് അന്നത്തെ കാലത്ത് കുറച്ച് വിദ്യാഭ്യാസമെല്ലാം കിട്ടി, തന്റെ ജ്യേഷ്ഠനെ പോലെ കൃഷിയെല്ലാം ചെയ്ത് ജീവിതം പാഴാക്കണ്ട, സിറ്റിയിലൊക്കെ പോയി, എറണാകുളം സിറ്റി എന്ന് പറഞ്ഞ പോലെ സിറ്റിയിലൊക്കെ ഇവിടെ പോയി, അങ്ങനെയുള്ള സിറ്റിയിൽ പോയി പൈസ ഉണ്ടാക്കാം, ഒരുപക്ഷെ ഇന്നത്തെ MBA പോലെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിരിക്കും. അങ്ങനെ അവന്റെ ബുദ്ധി കൊണ്ടെല്ലാം സമ്പാദിച്ചിട്ട് അല്ലെങ്കിൽ വിറ്റിട്ട് അവനെ പോയ പോക്കാണ് സമ്പാദിക്കുവാൻ വേണ്ടി പുതിയ ബിസിനസ് നടത്തുവാൻ. പക്ഷേ ഗ്രാമപ്രദേശങ്ങൾ പോലല്ലോ. എറണാകുളം സിറ്റിയെപ്പറ്റി ഇന്നലെ മറുനാടൻ മലയാളിയോടൊരു പോലീസ് ഉദ്യോഗസ്ഥ വിവരിക്കുന്ന കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. 17-15 വയസ്സുള്ളതായ പെൺകുട്ടികൾ രാത്രി സ്വൈരവിഹാരം നടത്തി മറ്റു പല അധാർമികമായ പ്രവൃത്തിയിൽ ഏർപ്പെട്ട് പൈസ ഉണ്ടാക്കി അടിച്ച് പൊളിച്ച് ജീവിക്കുന്ന ഒരു വലിയ സമൂഹത്തെക്കുറിച്ചൊരു പോലീസ് ഉദ്യോഗസ്ഥ കഴിഞ്ഞ ദിവസം. അങ്ങനെയെങ്കിൽ ആൺകുട്ടികളുടെ ഗതി എന്തായിരിക്കും? എറണാകുളം സിറ്റി നടക്കുന്നതാണ്. ഈ പയ്യനും ചെന്ന് അകപ്പെട്ടത് ഇങ്ങനെയുള്ളതായ ഗുണ്ടാസംഘങ്ങളിൽ. വൃത്തികെട്ട പാൻറ്റും കോട്ടും ടൈയും ഷൂസും ഒക്കെ ഇട്ട് നല്ല കിളി പോലെ ഇംഗ്ലീഷ് പറയുന്നവരാണെങ്കിലും ഈ ചതിവിന്റെ വഞ്ചനയിൽ പോയി ഈ പുത്രനാകപ്പെട്ടു.
എല്ലാം നശിച്ചു. അവനും അതുപോലായി മാറി. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ വന്നതായ കുറേ മാസങ്ങളായി ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു പയ്യൻ, നല്ല ഭക്തനും മാതൃകയും. അവനെ പഠിച്ച് MBA കഴിഞ്ഞിട്ട് പിന്നീട് ഒരു കോഴ്സും പഠിച്ചിട്ട് അമേരിക്കയിൽ ഒരു വലിയ കമ്പനിയിൽ, ഗോവയിൽ ഒരു കമ്പനിയിൽ 4 ലക്ഷത്തിൻ്റെ ശമ്പളത്തിന് അവനെ അപ്പോയിൻമെന്റ് ചെയ്തു. അവന് വളരെ സ്മാർട്ടായിരുന്നു. ഗോവയിൽ ചെന്നു. അവൻ്റെ ജോലി നടത്തിക്കൊണ്ട സമയത്തിൽ ഒരു പെൺ സുഹൃത്തും ഒരു ആൺ സുഹൃത്തും കൂടെ അവൻ്റെ കൂടെ കൂടി അവനെ അവസാനം ലഹരിക്ക് അടിമയാക്കി തീർത്തു. ടെൻഷനെല്ലാം മാറാൻ വേണ്ടി ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അവൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ തന്നെയാണ്. ആ പാവം ആദ്യം നിരസിച്ചെങ്കിലും ഇവർ നിർബന്ധിച്ച് പിടിച്ചവരെ അങ്ങനെ ഈ കഴുത്തിൻ്റെ ഞരമ്പിൽ ഇഞ്ചക്ഷൻ കുത്തിവെച്ചു. ആദ്യത്തെ ദിവസം റിലാക്സ് പോലെ തോന്നി. 2ാം ദിവസവും അതെടുത്തു. പിന്നെ അഡിക്റ്റായിപ്പോയി. കമ്പനി അവനെ പിരിച്ചുവിട്ടു. വീട്ടുകാർക്ക് എവിടാന്നൊന്നും അറിയില്ല. അവനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് അവസാനം ഗോവയിൽ തന്നെ ഒരു കരിങ്കിൻ്റെ പുറത്തിരിക്കുന്ന സമയത്തിൽ ദീക്ഷയൊക്കെ വളർത്തി, താടിയെല്ലാം വളർത്തി, ഈ എത്രയോ ശ്രേഷ്ഠനായ ഒരു പയ്യനായിരുന്നു. അവൻ്റെ സുഹൃത്ത്, അവൻ്റെ കൂടെ പഠിച്ച സുഹൃത്ത് തിരുവനന്തപുരത്തിൽ ടെക്നോ പാർക്ക് ജോലി ചെയ്യുന്ന ഒരുത്തിന് ഇതറിഞ്ഞിട്ട് ഇവനെ തപ്പി ഗോവയിലേക്ക് ചെന്നു. ഗോവയിൽ ചെന്ന സമയത്തിൽ ഇവനെ ചില ദിവസങ്ങൾ കൊണ്ട് കണ്ടുപിടിച്ചു. ഒരു കരിങ്കിൻ്റെ പുറത്തിരിക്കുകയാണ്. പെട്ടെന്ന് മനസ്സിലായി ഇവൻ അവനാണല്ലോ. പേരൊക്കെ ഞാൻ മറന്നുപോയി. ഉടനെ അവൻ്റെ പേര് വിളിച്ചു. അവൻ ഞെട്ടിങ്ങനെ നോക്കി. ഇവൻ ഓടിച്ചത് പിടിച്ച് കാറിൽ കയറ്റി കൊണ്ടുവന്നു. ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിലോ അവിടുത്തെ ഹോസ്പിറ്റലിൽ പരിഗണനയിലിരിക്കുകയാണ്. നോക്കുക, ലോകം എത്രയോ വഷളായിക്കൊണ്ടിരിക്കുന്നു. പ്രിയരെ, അങ്ങനെ നഷ്ടപ്പെട്ടവൻ ഒരു കാര്യത്ത് അവൻ്റെ ബോധം തിരിച്ചു വന്നു. ആ മുടിയനായ പുത്രന്റെ ബോധം തിരിച്ചു വന്നപ്പോൾ അവന് മനസ്സിലായി, ഈ ലോകം വഞ്ചനയുടെ ലോകമാണ്. സുഹൃത്തുക്കൾ വഞ്ചിക്കുന്നവരാണ്. സമൂഹത്തിൽ പലരും വഞ്ചകരാണ്. ഇവിടെയെല്ലാം എന്റെ ആശ്രയം എന്റെ പിതാവിന്റെ വീട് മാത്രമാണ്. എന്റെ അപ്പന്റെ വീട് മാത്രമാണ്. എന്റെ അപ്പന്റെ വീട് മാത്രമാണ്. ഹല്ലേലൂയ. അവൻ തീരുമാനിച്ചു, എന്റെ ജീവിതം ആത്മഹത്യക്കുള്ളതല്ല, എന്റെ ജീവിതം നശിപ്പിക്കാനുള്ളതല്ല. എനിക്ക് നല്ലൊരപ്പനുണ്ട്, ഒരു പിതാവുണ്ട്. ഞാൻ അവനോട് ഏറ്റുപറയും, എന്റെ പാപങ്ങളെ ഏറ്റുപറയും, എന്റെ തെറ്റുകളെ ഏറ്റുപറയും. ഞാൻ അവന്റെ വീട്ടിൽ കൂലിക്കാരനെ പോലെ ജീവിച്ചാൽ പോലും സ്വർഗ്ഗതുല്യമായി ജീവിപ്പാൻ കഴിയുമെന്ന് തീരുമാനിച്ചുകൊണ്ട് അവൻ വീട്ടിലേക്ക് വരികയാണ്. പ്രിയ സഹോദര സഹോദരി, മടങ്ങി വരിക. നിന്നെ സ്വീകരിക്കാൻ നിന്റെ ദൈവം, നിന്റെ പിതാവ്, നിന്റെ ദൈവങ്ങളുണ്ട്. ഹല്ലേലൂയ. തിരുഹിതമിക തികച്ചിടുവാ, ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ. തിരുഹിതമിക തികച്ചിടുവാ, ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ. എന്റെ വേലയെ തികച്ചും കൊണ്ട് നിന്റെ മുൻപിൽ ഞാൻ നിന്നിടുവാ. എന്റെ വേലയെ തിരുഹിതമിയത്തിൽ ഹല്ലേലൂയ. സാത്താന്റെ നെഞ്ചും കൂടി തകരട്ടെ. ചേർന്ന് മുഴുവൻ ശക്തിയോടെ നമുക്ക് ഹല്ലേലൂയ വിളിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.